നമ്മൾ കാശികൾ നടന്നപ്പോൾ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അതെ, ആ ബേക്കറിയിൽ കുറേ സാധനം ഇരിക്കുന്നുണ്ട്. ഗുലാബ് ജാമാണ്. ഓർമ്മ മേടിച്ച് കഴിച്ചു നോക്കാം. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി തരുമോ? उधर बनाता നമ്മൾ അയോധ്യയിൽ വന്നു കഴിഞ്ഞപ്പോ, അയോധ്യയിലല്ല കാശിയിൽ വന്ന്, നമ്മള് കാശിയിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടുകാരൻ കോഴിക്കോടുള്ള ഒരു ബായിനെ കിട്ടി. കോഴിക്കോടായിരുന്നു ഇവൻ 10 വർഷം. ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാനൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ എന്നോട് വന്ന് ചോദിക്കാം, ചേട്ടാ മലയാളിയാണോ എന്ന്. കൊള്ളാം. അപ്പൊ അവനെയും കൂട്ടിക്കൊണ്ട് സരോജ് മന്ദിർ എന്ന് പറഞ്ഞൊരു അമ്പലമായി കാണണേ. അവൻ പറഞ്ഞു, ചേട്ടാ അത് കാണണം, ഇത് കാണാതെ പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ടീമിൽ ആരും കണ്ടില്ല. അപ്പൊ സരോജ് മന്ദിർ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാന്ന്. അപ്പൊ ഇതാ കാണുന്ന അമ്പലം ഒന്ന് കാണാം നമുക്ക് കേട്ടോ. അവൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒത്തിരി കാണാനുണ്ട്. ഭയങ്കര ആശ്വാസമായി പോയി. ഒരു മലയാളി ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം അറിയാവുന്നത്. അത് നമ്മുടെ കോഴിക്കോടുകാരൻ. ശരി, ഇനി അവൻ്റെ കൂടെ അവിടെ കുറച്ച് സമയം. നല്ല അമ്പലമാണേ. അവനാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ഉത്സാഹം. അവൻ കണ്ടതേ അവന് ഭയങ്കര സ്നേഹം. ചേട്ടാ ഞാൻ കോഴിക്കോട് 10 വർഷം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് പരിചയപ്പെട്ടു. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മലയാളിയല്ലേന്ന് ചോദിച്ചു. അവൻ വിട്ടടിച്ച് പോവാ, ഓടിയെത്തട്ടെ. स्वागत केंद्र में आप सभी दर्शनार्थियों के लिए निःशुल्क प्रसाद की व्यवस्था की गई है. स्वागत केंद्र पर जाकर स्वर्गोत नाम पर वेद सत्संग, अन्य साहित्य, फोन उड़ाकणो. ഇതിവിടെ അവർ വന്നിട്ട് പോയതാട്ടോ നമ്മുടെ ടീം. വന്നു അവരോട് പറഞ്ഞായിരുന്നു. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തൊരു അമ്പലം ഉണ്ടായിരുന്നു. ദൈവം ചിലപ്പോൾ ഹിന്ദിക്കാരൻ മലയാളിയായിട്ട് വരും എന്ന് പറഞ്ഞതുപോലെ കേട്ടോ. വഴിയിൽ വെച്ചാണ് ആ ഹിന്ദിക്കാരനെ ഞാൻ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.